ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ഭഗൽപൂരിൽ വിതരണം ചെയ്യും. വനിതാ സമാധാന സേനാംഗങ്ങൾക്കായുള്ള ആദ്യ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനവും റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ സർക്കാർ ധനസഹായത്തിന്റെ ആദ്യ ഗഡു ഇന്ന് കൈമാറും. ഡൽഹി നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. മുൻ സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സിഎജി റിപ്പോർട്ട് സഭയിൽ വയ്ക്കുമെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ സെമി ഉറപ്പിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭോപ്പാലിൽ നിർവഹിക്കും. ഇന്ത്യയിലും വിദേശത്തുമുള്ള നിക്ഷേപകർ, വ്യവസായികൾ, പ്രവാസികൾ, സ്റ്റാർട്ടപ്പ് സംരംഭകർ തുടങ്ങിയവരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 2 ദിവസത്തെ ഉച്ചകോടിയിൽ ഫാർമ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഗതാഗതം, ലോജിസ്റ്റിക്സ്, വ്യവസായം, നൈപുണ്യ വികസനം, വിനോദസഞ്ചാരം, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സെഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ഭഗൽപൂരിൽ വിതരണം ചെയ്യും. പരിപാടിയിൽ നേരിട്ടും വെർച്വലായും 2.5 കോടിയോളം കർഷകർ പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 731 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. 9.8 കോടിയിലധികം കർഷകർക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ 22,000 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പിഎം കിസാൻ പദ്ധതി പ്രകാരം 11 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് ഇതുവരെ 3.46 ലക്ഷം കോടിയിലധികം രൂപ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രതിവർഷം 6,000 രൂപയാണ് 3 തുല്യ ഗഡുക്കളായി കർഷകർക്ക് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അസമിൽ എത്തും. അഡ്വാന്റേജ് അസം 2.0 നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഉച്ചകോടി അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ഇന്നുച്ചയ്ക്ക് ശേഷം ഗുവാഹത്തിയിൽ നടക്കുന്ന ഝുമോയിർ ബിനന്ദിനി മെഗാനൃത്ത പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സരുസജായി സ്റ്റേഡിയത്തിൽ വൈകുന്നേരമാണ് നൃത്തപരിപാടി. തേയിലത്തൊഴിലാളികളായ ഗോത്രസമൂഹ കലാകാരന്മാർ ഝുമർ നൃത്തം അവതരിപ്പിക്കും. പരിപാടിക്ക് ശേഷം വൈകുന്നേരം പ്രധാനമന്ത്രി അഡ്വാന്റേജ് അസം 2.0 ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ പ്രധാനമന്ത്രി അഡ്വാന്റേജ് അസം 2.0 ഉച്ചകോടിയുടെ പ്ലീനറി സെഷൻ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സംഘടനകൾ, ആഗോള നേതാക്കൾ, നിക്ഷേപകർ, നയരൂപകർത്താക്കൾ, വ്യവസായ പ്രമുഖർ തുടങ്ങി നാനാമേഖലയിലുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സമാധാന പാലനത്തിൽ വനിതകളുടെ പങ്ക് ഗ്ലോബൽ സൌത്ത് വീക്ഷണത്തിൽ എന്ന പ്രമേയത്തിൽ ഊന്നി വനിതാ സമാധാന സേനാംഗങ്ങൾക്കായുള്ള ആദ്യ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തും. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും സഹകരണത്തോടെ വിദേശകാര്യ മന്ത്രാലയമാണ് ദ്വിദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡൽഹിയിൽ 8ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന എംഎൽഎ അരവിന്ദർ സിംഗ് ലൌലിയെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. സമ്മേളനത്തിന്റെ 2ാം ദിനമായ നാളെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന സഭയെ അഭിസംബോധന ചെയ്യും. മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സിഎജി റിപ്പോർട്ടുകൾ സഭയിൽ വയ്ക്കുമെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു. पहले ही सदन में सीएजी की रिपोर्ट हम सदन के पटल पे रखें. जनता की गाड़ी, खून पसीने की कमाई, जिसका पिछली सरकारों ने दुरुपयोग किया, 1-1 रुपए का हिसाब जनता को देना होगा. ആം ആദ്മി പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അതിഷിയെ പ്രതിപക്ഷ നേതാവായി പാർട്ടി നിയമസഭാ കക്ഷിയോഗം തെരഞ്ഞെടുത്തു. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ മാൽദീവ്സ് ആരോഗ്യമന്ത്രി അബ്ദുള്ള നസീമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യമേഖലയിലെ ഇടപെടലുകൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം, ഡിജിറ്റൽ ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, മാനസികാരോഗ്യം എന്നിവയെ പിന്തുണയ്ക്കുന്നതിന് ഇരുപക്ഷവും ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ 4 ദിവസത്തെ ഫ്രാൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാരീസിലെ ലെസ് ഇൻവാലിഡിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ഫ്രഞ്ച് ആർമി ചീഫ് ജനറൽ പിയറി ഷില്ലുമായി കരസേനാ മേധാവി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സൈനിക ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. നാളെ മെർസയിലേക്ക് പോകുന്ന ജനറൽ ദ്വിവേദി അവിടെ ഫ്രഞ്ച് സൈന്യത്തിന്റെ 3ാം ഡിവിഷൻ സന്ദർശിക്കും. തുടർന്ന് 1ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യുവരിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ന്യൂവ് ചാപ്പൽ ഇന്ത്യൻ വാർ മെമ്മോറിയൽ അദ്ദേഹം സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ ഈ വർഷത്തെ റവന്യൂ ദിനാഘോഷവും റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണവും ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. കേരളത്തിലെ റവന്യൂ ഭരണത്തിന്റെ അടിസ്ഥാന രേഖയായി കരുതുന്ന 1886 ഫെബ്രുവരി 24 തിരുവിതാംകൂർ സെറ്റിൽമെന്റ് വിളംബരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 24 റവന്യൂ ദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ചവിട്ടിക്കൊന്ന ദമ്പതികളായ വെള്ളിയുടെയും ലീലയുടെയും കുടുംബത്തിന് ആദ്യ ഗഡുവായ 10 ലക്ഷം രൂപ ഇന്ന് കൈമാറും. വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ആറളത്ത് ഇന്ന് സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KU ശശിധരൻ. അപകടസ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ മാറ്റുന്നതിനെ ചൊല്ലി വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. രാത്രി 11:30ഓടെയാണ് അപകടസ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ മാറ്റിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആറളത്ത് 14 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മരിച്ച വെള്ളിയുടെയും ലീലയുടെയും കുടുംബത്തിന് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകും. ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ വീതം ഇന്ന് തന്നെ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി AK ശശീന്ദ്രൻ ആറളം ഫാം സന്ദർശിക്കും. തുടർന്ന് 3 മണിക്ക് ആറളം പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേരും. രാവിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മരിച്ച വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് സംസ്കരിക്കും. തലശ്ശേരി പൊന്ന്യം ഏഴരക്കണ്ടത്തിൽ ആരംഭിച്ച പൊന്ന്യത്തങ്കത്തോട് അനുബന്ധിച്ച് നാളെ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുക്കും. പുതിയ തലമുറയിലേക്ക് കളരിപ്പയറ്റിന്റെ ചരിത്രവും സംസ്കാരവും പകർന്നു നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 27 വരെയാണ് പൊന്ന്യത്തങ്കം നടക്കുന്നത്. കേരളത്തിലെ 28 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് സമാപിക്കും. വോട്ടെണ്ണൽ നാളെ നടക്കും. ഇൻവെസ്റ്റ് കേരളം ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നിലവിൽ 1.52 ലക്ഷം കോടി രൂപയ്ക്ക് പുറമെ കൂടുതൽ നിക്ഷേപകർ നിക്ഷേപത്തിന് താൽപര്യം അറിയിച്ച സാഹചര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ താൽപര്യ പത്രങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി P രാജീവ്. നിയമപരമായി നടത്താവുന്ന എല്ലാ വ്യവസായങ്ങൾക്കും പിന്തുണ നൽകുമെന്നും പദ്ധതികൾക്കുള്ള അവതരണ അനുമതി വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി തല കമ്മിറ്റി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 50 കോടിക്ക് മുകളിലുള്ള നിക്ഷേപങ്ങളെയും അതിന് താഴെയുള്ളവയെയും 7 മേഖലകളായി തിരിച്ചായിരിക്കും പരിശോധന. ICC ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്നലെ രാത്രി ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ പാകിസ്ഥാൻ ഉയർത്തിയ 242 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 42.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. പുറത്താകാതെ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയും 56 റൺസെടുത്ത ശ്രേയസ് അയ്യരുമാണ് ഇന്ത്യൻ ജയം അനായാസമാക്കിയത്. ഏകദിനത്തിൽ പാകിസ്ഥാനെതിരെ കോഹ്ലിയുടെ 5ാം സെഞ്ചുറിയാണ് ഇത്. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും വിരാട് കോഹ്ലി സ്വന്തമാക്കി. പാകിസ്ഥാനെതിരായ ജയത്തോടെ ഇന്ത്യ സെമി ഉറപ്പിച്ചു. ജർമ്മനിയിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിലെ ആദ്യ ഫലസൂചനയിൽ നിലവിലെ പ്രതിപക്ഷമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും നയിക്കുന്ന സഖ്യം മുന്നിൽ. തീവ്ര വലതു പാർട്ടി ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയാണ് നിലവിൽ രണ്ടാമത്. ഫ്രീഡിഷ് മെർത്തസ് നയിക്കുന്ന സഖ്യം ഒന്നാമതെത്തിയതോടെ അദ്ദേഹം അടുത്ത ചാൻസലർ ആയേക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലായ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി ഉയർന്നു വന്നിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ഭഗൽപൂരിൽ വിതരണം ചെയ്യും. വനിതാ സമാധാന സേനാ അംഗങ്ങൾക്കായുള്ള ആദ്യ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനവും റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ സർക്കാർ ധനസഹായത്തിന്റെ ആദ്യ ഗഡു ഇന്ന് കൈമാറും. ഡൽഹി നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. മുൻ സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് സഭയിൽ വയ്ക്കുമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത.
ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ സെമി ഉറപ്പിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.